ഹലോ ഗെയ്സ്, ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലാണ്. അതെ ഗെയ്സ്, ഞങ്ങൾ ആറ്റിങ്ങൽ ബോയ്സ് ഒരു ഗോവ ട്രിപ്പ് കാച്ചി. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ 9 പാവം പിടിച്ച പയ്യന്മാർ എങ്ങനെ ഗോവയിൽ എത്തി എന്നറിയാൻ പറ്റാതായി പോകും. അപ്പൊ ഗെയ്സ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 4 വർഷം മുന്നേ തീരുമാനിച്ചൊരു ട്രിപ്പായിരുന്നു ഇത്. പക്ഷേ ഓരോ വർഷവും ഓരോരുത്തന്മാരുടെയും ഓരോരോ മുണ്ടിക്കേസൽ കേട്ട് ഗോവയിലേക്ക് പോകാൻ പറ്റാതായി പോയ ഹതഭാഗ്യരാണ് ഞങ്ങൾ. 1.5 മാസം മുന്നേ തന്നെ 515 രൂപ പെർ ഹെഡ് വെച്ച് ടെഞ്ചാം എക്സ്പ്രസിൽ 11 സീറ്റുകൾ ബുക്ക് ചെയ്തിട്ട് 2 പേര് വന്നില്ല. രാവിലെ 8 മണിക്ക് തന്നെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെത്തി. കൃത്യം 8:50 ആയപ്പോൾ ട്രെയിൻ വന്നു. ഞങ്ങളെല്ലാം ചാടി കയറി. ഓരോരുത്തരും അവരുടെ സീറ്റിൽ പോയിരുന്നു. ആദ്യത്തെ 10 മിനിറ്റ് അവാർഡ് പറമ്പിലിരുന്നു. പിന്നെ ഒന്നിച്ചുകൊണ്ടുവന്ന ബോട്ടില് ഞാനല്ലേട്ടാ പയ്യന്മാരെല്ലാം അടിച്ചതിന് ശേഷം പിന്നെ ചീട്ടുകളിയാണോ, കൂക്കാണോ, വിളിയാണോ, ബഹളമാണോ ഒന്നും അറിയാൻ പോയി. എന്റെ പൊന്നേ, IRTC ചായ എടുക്കുന്ന ബംഗാളിയിലും കൊണ്ടൊന്നുമില്ല. 19 മണിക്കൂറാണ് ഗോവയിലെത്താൻ. പിന്നെ തിരിഞ്ഞും മറിഞ്ഞും ഉറങ്ങി വെളുപ്പിന് 2 കാലമായപ്പം മഡ്ഗോണിലെത്തി. അവിടെ ചെന്നപ്പം ഐ ലവ് ഗോവ ആ ബോർഡ് കണ്ടപ്പം ഒരു ഫയർ ഉള്ളിൽ നിന്ന് വന്ന് എന്റെ പൊന്നെ, അപ്പോഴാണ് പുഷ്പ ശരിക്കും ഫയർ ആയത്. പിന്നെ മഡ്ഗോണിൽ നിന്ന് വേറൊരു ട്രെയിൻ കയറി ജനറൽ ടിക്കറ്റ് എടുത്ത് തിരുമിൽ ഇറങ്ങി. തിരുമിൽ നിന്ന് ഒരു പാക്ക് പോലത്തെ ഒരു ബസ്സിൽ 15 സീറ്റ് അതിനകത്തുള്ളൂ. അതിനകത്ത് ഒരു 45-50 വരെ ചവിട്ടി കയറ്റി കലാങ്കോട്ട് എന്നൊരു സ്ഥലത്തെത്തി. കലാങ്കോട്ട് എത്തിയപ്പോഴാണ് നമ്മളെ കോർഡിനേറ്റർ പയ്യൻ കൈയും പൊക്കി അവിടെ നിൽക്കേണ്ടത്. പിന്നെ അവിടെ നിന്ന് സ്കൂട്ടി എടുത്ത് വില്ല ഫാത്തിമ റിസോർട്ടിലോട്ട് പോയി. 8 മണിക്ക് മുന്നേ റൂം അവൈലബിലിറ്റി പോലെ റൂം തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ 12 മണിയായിട്ട് റൂം തന്നില്ല. അപ്പൊ എനിക്ക് പെരുവലിൽ നിന്ന് ഒരു പെരുപ്പങ്ങ് പെരുത്ത്. പിന്നെ കോർഡിനേറ്റർ നമ്മൾ തേച്ചാലോ എന്ന് വിചാരിച്ച് ആ പെരുപ്പ് ഞാൻ തറ തേച്ചും കളഞ്ഞു. പിന്നെ റൂം കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റൂമായിരുന്നു. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, 5 അടിയെ താഴ്ചയുണ്ട്, AC ഉണ്ട്. 2 റൂമാണ് തന്നത്. പാക്കേജ് ആയതുകൊണ്ട് പെർ ഹെഡിന് 2,950. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഡിന്നർ ഉണ്ട്. ലഞ്ച് കഴിഞ്ഞിട്ട് കഴിച്ചോണം. ആദ്യം തന്നെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയത് നോർത്ത് സൈഡിലോട്ടായിരുന്നു. ഫസ്റ്റ് എത്തിയത് അഗോഡ ഫോർട്ട്. 5 തെങ്ങ് കോട്ട മാത്രം കണ്ടുപോകാൻ നമുക്ക് ഇതൊരു വലിയ കോട്ടയായിട്ട് തോന്നി. വളരെ അടിപൊളിയായിരുന്നു. അവിടുത്തെ അറ്റ്മോസ്ഫിയറും വൈബും ഒക്കെ പൊളിയായിരുന്നു. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോട്ടയിലൂടെ നമുക്ക് നോക്കുമ്പോൾ താഴെ കടലാണ്. അത് നല്ലൊരു വ്യൂ ആയിരുന്നു. ഗോവയിലേക്ക് ട്രിപ്പ് വരുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് അഗോഡ ഫോർട്ട്. എൻട്രി ഫീസ് 20 രൂപയുള്ളൂ പെർ ഹെഡിന്. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയത് ഉച്ച സമയത്തായി പോയി. പക്ഷെ ഈ സമയത്ത് കുഴപ്പമില്ല. എന്നാലും രാവിലെ അല്ലെങ്കിൽ ഈവനിങ് വരുന്നതായിരിക്കും നല്ലത്. ആ ഒരു കാറ്റും തണുപ്പും ആ ഒരു വർണ്ണാഭമായ കാഴ്ചകളെല്ലാം കാണാൻ പറ്റിയത് ഈ 2 സമയത്തായിരിക്കും. ഡച്ചുകാരുടെയും മറാത്താക്കാരുടെയും ആക്രമണങ്ങളെ തടയാനായി 1612 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണിത്. അറബിക്കടലിന്റെ തീരത്താണ്. നോട്ട് ദ പോയിന്റ്. പണ്ടപ്പോഴോ PSCയിൽ പഠിച്ചപ്പോൾ ചെറിയൊരു ഓർമ്മ വന്നു. ഉള്ളതാണെന്ന് അറിയാൻ പറ്റില്ല. ഡോക്ക് കാണുന്നതാണ് ഗെയ്സ് നമ്മുടെ വിശാലമായ അറബിക്കടൽ. അറബിക്കടലിനെ എടുക്കാനായി ക്യാമറ ഓണാക്കി എടുത്തോട്ടുന്നപ്പം ദാ ആ പച്ചടപ്പെട്ട മനുഷ്യൻ പോസ്റ്റും കാണിച്ചിരിക്കും. പിന്നെ കുറച്ച് ഫോട്ടോയും കുറച്ച് വീഡിയോ ഒക്കെ എടുക്കേണ്ടി വന്നു ഗെയ്സ്. പിന്നെ അവിടെ നടന്ന് പോയത് സിംഗറം ബീച്ചിലേക്കാണ്. ആൻ്റെ അമ്മ ജയില് പണിഞ്ഞതിന് ശേഷം സ്പോട്ടിൽ ഓടി വെച്ചു. ആൻ്റെ അമ്മാന്റെ തലസ്ഥാനം പറയണ. ഹലോ മിസ്റ്റർ, സോറി. ആൻ്റെ അമ്മാന്റെ തലസ്ഥാനം. വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ബീച്ചാണ് സിംഗറൻ ബീച്ച്. വെളുത്ത മണലും ശാന്തമായ കടൽ തീരവുമാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് സിംഗറൻ ബീച്ചിന്റെ അടുത്തുള്ള സിംഗറൻ ഫോർട്ടാണ്. ഇപ്പൊ നടന്നു പോകുന്നത് സിംഗറൻ ഫോർട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട അഗോഡ ഫോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കടലാണ് ഈ സിംഗറൻ ബീച്ച്. അതിന്റെ അടുത്തുള്ളതാണ് സിംഗറൻ ഫോർട്ട്. ഇതെന്തിനു നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ ദൂരത്ത് നിന്ന് വരുന്ന കപ്പലുകളെ മൈക്രോസ്കോപ്പും ബാക്കി മറ്റേ ലെൻസും ഒക്കെ വെച്ച് കുടലൊക്കെ വെച്ച് നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇൻഫർമേഷൻ നേരത്തെ കണ്ട അഗോഡ ഫോർട്ടിലോട്ട് പാസ് ചെയ്യും. അവിടെ നിന്ന് എല്ലാം സൈന്യം സജ്ജമായി നിൽക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ പിന്നെ ബീച്ചിലോട്ട് ഇറങ്ങിയില്ല. കുറച്ചു നേരം ഈ ഫോർട്ടിൽ തന്നെ നിന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം അപ്പോഴേ ബൈക്ക് എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. ഈ ഗോവയിലെ ഭൂപ്രകൃതിയും നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതിയും തമ്മിൽ ഇത് വളരെ നല്ല സാമ്യമുണ്ട്. ബൈക്ക് എടുത്ത് പോകുമ്പോൾ എല്ലാം കറക്റ്റ് കേരളത്തിൽ ഇറങ്ങിയ ഒരു സ്ഥലത്ത് കൂടെ പോകുന്നതെന്നേ തോന്നും. പിന്നെ സെക്കൻഡ് ഡേ ഫസ്റ്റ് പോയത് വഗേട്ടർ ബീച്ചിലോട്ട്. പിന്നെ അവിടെ നിന്ന് കണ്ടോലിം ബീച്ച്, ബാഗ ബീച്ച്, കാലംകുട്ട് ബീച്ച്, ചബോറ ഫോർട്ട്, അഞ്ജുന ബീച്ച്, അങ്ങനെ ഫുള്ള് ബീച്ച് വൈബായുണ്ട്. പിന്നെ അധികം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. ഒരു വിധമൊക്കെ ചില ബീച്ചിലൊക്കെ കറക്കിയെടുത്ത് അങ്ങനെ നൈറ്റ് അടിച്ചു പൊളിക്കാനായിട്ട് ഇറങ്ങിയത് ബാഗ ബീച്ചിലോട്ടായിരുന്നു. പബ്ബിൽ കയറാനും കള്ളുപിടിക്കാനായിട്ടാണല്ലോ മെയിനായിട്ട് നമ്മൾ ഗോവയിലോട്ട് വരുന്നത്. ഫുഡ് വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം. പക്ഷേ ഒരു 30 രൂപ എടുത്ത് കഴിഞ്ഞാൽ ചാരായം കിട്ടും. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പുകൾ. ഇങ്ങനെ കൂടാരം കൂട്ടി ഇങ്ങനെ നിൽക്കും. ഒരു എസ്തറ്റിക് വൈബാണ് ഇവിടെ. ബിയർ അടിക്കുക,
പോയി കടലിൽ പോയി കുളിക്കുക, വീണ്ടും വന്ന് ബിയർ അടിക്കുക, കടലിൽ പോയി കുളിക്കുക. ഇതിങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ കൂടാരം കൂട്ടി ഇങ്ങനെ ഈ പുറത്തായിട്ട് റെസ്റ്റോറന്റുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ആംബിയൻസിൽ നിന്നൊരു ബിയറൊക്കെ അടിച്ച് ഈ ലൈറ്റൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ഗെയ്സ്. നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്ന് പിന്നെ ക്യാൻവാസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരും. എവിടെ തിരിഞ്ഞാലും പബ്ബ് ലിക്കർ ഷോപ്പ്. പിന്നെ പലതരത്തിലാണ് റേറ്റുകൾ വരുന്നത്. 1000 രൂപ, 2000 രൂപ, 3000 രൂപ. അങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രീ ആയിട്ടും പ്രീമിയം ലെവലിലും ഒരുപാട് പാക്കേജുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബീച്ചുകളുടെ വീഡിയോസുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ബീച്ചുകളെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, പറയുന്ന എനിക്കും ബോറടിക്കും. ഗോവയിലോട്ട് വരാൻ നിൽക്കുന്നവർ ഒരാൾക്ക് 10,000 രൂപ എന്തായാലും കുറഞ്ഞത് കയ്യിൽ വെച്ചേക്കണം. നമ്മൾ പാക്കേജ് ആയിരുന്നു എടുത്തത്. 2950 രൂപയാണ് നമ്മുടെ പാക്കേജ് റേറ്റ്. 2 നൈറ്റും 3 പകലുമായിരുന്നു. പിന്നെ ഷോപ്പിങ്ങും ബാക്കി ഫുഡും ഇതൊക്കെ എക്സ്പെൻസീവ് ആണ്. ആകെ വില കുറവായിട്ടുള്ളത് ലിക്കർ മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും നൈറ്റ് ലൈഫ് എൻജോയ് ആയിട്ട് ഇറങ്ങിയത് നമ്മുടെ റിസോർട്ടിനടുത്തുള്ള തന്നെ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിരനിരയായിട്ട് പബ്ബുകൾ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ പ്ലാൻ ചെയ്യണം നമ്മൾ എവിടെ കയറണം, ഏത് പബ്ബ് കയറണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ വേണമെങ്കിൽ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 2 ഒക്കെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ നമുക്ക് 500 കൊടുക്കുക, കയറുക. ഞാൻ ഗോവയിൽ വന്നിട്ട് ഏറ്റവും അടിച്ചു പൊളിച്ച സ്ഥലം ഇതാണ് ഗെയ്സ്. പിന്നെ അധിക നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പബ്ബിനകത്ത് ഫോട്ടോസും വീഡിയോസും ഒന്നും അലോഡും അല്ല. പിറ്റേ ദിവസം റൂം വെക്കേറ്റ് ചെയ്ത് ഓൾഡ് ഗോവ ചർച്ചിലോട്ട് പോയി. कितना पैसा नाम क्या है? नाम क्या है तुम्हारा? नाम क्या है? साहब जी तुम्हारा नाम क्या है? साहब जी पान पर रख मिलेगा? नहीं है ये क्या है? അങ്ങനെ തിരിച്ചു പോകുന്ന വഴികളിൽ ഓരോ സ്ഥലത്ത് നമ്മൾ കയറി ഇറങ്ങി. നമ്മൾ തിരിച്ച് മഡ്ഗൂണിലെത്തി. അവിടെ നിന്ന് ട്രെയിൻ കയറി നാട്ടിലോട്ടെത്തി. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. ബൈ.